അടുത്ത എഴുതുക trigonometric functions of sum and difference of two angles. Trigonometric functions of sum and difference of two angles. Trigonometric functions of sum and difference of two angles. Difference of two angles. ഇവിടെ ശ്രദ്ധിച്ചാൽ നമ്മള് സൈൻ ഓഫ് മൈനസ് എക്സ് എന്ന് പറയുന്നുണ്ട്. മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ, അതിനുള്ളൊരു ആംഗിൾ ആയിരിക്കും അല്ലെ. ഇറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് മൈനസ് മൈനസ് സൈൻ എക്സ്. ഇതിപ്പോ സൈൻ മൈനസ് മൈനസ് നമുക്ക് അതിന് എഴുതാം. ഇനി അടുത്തത് കോസ് ഓഫ് മൈനസ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോസ് എക്സ് മൈനസ് ഇത് സം റിസൾട്ട് ആണ്. ഇത് നമ്മൾ ഓരോ ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ ഫോം ചെയ്ത് എടുക്കുന്നത്. ഇനി അടുത്ത് നിങ്ങൾ കോസ് എക്സ് പ്ലസ് വൈ ഇക്വേഷൻ പഠിക്കാറുണ്ടോ? അതായത് കോസ് ഓഫ് എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു കോസ് എക്സ് പ്ലസ് കോസ് വൈ cos x cos y minus sin x sin y. ഇത് ബേസിക് ഫോർമുല ഓഫ് ട്രിഗണോമെട്രി ആണ്. ഏതാ ഇതാ അല്ല, വെറുതെ കോസ് പഠിച്ചിട്ടില്ലല്ലോ. അവനെ നാളെ വേണ്ട, ഇവിടെ നാളെ വിടാം. അപ്പൊ ഇവിടെ അവർക്ക് പപ്പയാണ് കഴിച്ചു. ഫോർമുലാസ് എല്ലാം പഠിക്കുന്നതാണ്. കോസ് എക്സ് പ്ലസ് വൈയുടെ ഫോർമുല പഠിക്കണം, കോസ് എക്സ് മൈനസ് വൈയുടെ ഫോർമുല പഠിക്കണം. അതുപോലെ തന്നെ സൈൻ എക്സ് പ്ലസ് വൈ ഉണ്ട്. പോവാത്ത ദിവസത്തിന്റെ ഇല്ല വേണോ അല്ലെങ്കിൽ അവരത് അബാക്കസ് ചെയ്യുന്നതിനൊപ്പം തന്നെ ഈ ചെയ്യിച്ചോളണം. അല്ല പിന്നെ പിള്ളേർക്ക് എന്ത് പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തിൽ ഇത് മാത്രം കോസ് ഓഫ് പൈ ബൈ 2 മൈനസ് എക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഈക്വൽ ടു സൈൻ എക്സ്. കോസ് ഓഫ് പൈ ബൈ 2 മൈനസ് ഈക്വൽ ടു സൈൻ. പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആവും. അതുപോലെ തന്നെ സൈൻ ഓഫ് പൈ ബൈ 2 മൈനസ് എക്സ് എന്ന് പറയുന്നത് കോസ് എക്സ് ആണ്. ഇതിന്റെ പ്രൂഫ് പഠിപ്പിച്ചായിരുന്നാണോ നിങ്ങള്? ഇതിന്റെ പ്രൂഫ് പഠിപ്പിച്ചായിരുന്നു ഇങ്ങനെ വന്നല്ലോ. അവനോട് ഇരിപ്പുണ്ടായില്ലേ? കഴിഞ്ഞാ വായിക്കാലോ.
ഓരോരുത്തർ ഇതിങ്ങനെ കൂടി കിട്ടി തുടങ്ങി കഴിയുമ്പോഴത്തേനും പിന്നെ ഒരു ഭാഗ പേപ്പറിൽ കാണില്ല. ചെയ്താ അടുത്ത റിസൾട്ടില് കോസ് ഓഫ് 5/2 പ്ലസ് എക്സ് ഒരു നമ്പർ ബ്ലോക്ക് is equal to minus sin x. നമ്മൾ കാണുന്ന റൈംസ് ഒക്കെ കാണില്ലേ, അതുപോലെ ഒരു സാധനമുണ്ട് നമ്പർ ബ്ലോക്ക്. അത് കണ്ടു കഴിയുമ്പോഴത്തേക്ക് ഇവർക്ക് പെട്ടെന്ന് ഇപ്പൊ 2 + 3 5 അങ്ങനെ വരില്ലേ, അതിന്റെ കാണാൻ കിട്ടും. സൈൻ ഓഫ് 5/2 പ്ലസ് എക്സ് is equal to അതാ വെക്കണേ. അവിടെ 1 2 3 ഒക്കെ പഠിച്ചു, 10 വരെ പഠിച്ചു. 10 വരെ എന്റെ മോള്. cos of ഇതാണ് minus x is equal to minus cos x. പെൻസിൽ മോൾക്ക് പെൻസിൽ വേണോ? ശരിയെടുത്തേക്കോ. ഈ ഫോർമുലാസ് ഒക്കെ പഠിക്കാനുള്ളതാണ് കേട്ടോ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ കേട്ടാ, വായിച്ചോട്ടെ. അടുത്തൊരു ക്വസ്റ്റ്യൻ എനിക്ക് ഫൈൻഡ് സൈൻ 765 ഡിഗ്രി. ഫൈൻഡ് സൈൻ 765 ഡിഗ്രി. അപ്പൊ ഈ സൈനിന്റെ വാല്യൂ ഓരോ റൊട്ടേഷനും സെയിം വാല്യൂ തന്നെ വന്നോണ്ടിരിക്കും. അതായത് ഒരു റൊട്ടേഷൻ കഴിഞ്ഞ്, ഒരു റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് തിരിച്ച് അവിടെ എത്തും പോയിന്റ്. അപ്പൊ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ വരെ പല പല വാല്യൂസ് ആയിരിക്കും. പിന്നെ നമ്മൾ ഇത് റൊട്ടേറ്റ് ചെയ്താൽ പിന്നെ ആ വാല്യൂസ് തന്നെ ആയിരിക്കും വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് സൈൻ 765 ഡിഗ്രിയുടെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടെ നമ്മള് അതായത് ഈ 760 നമുക്ക് ഈ 360 കവർ ചെയ്ത് എങ്ങനെ എഴുതാം നമുക്ക്? 360 വൺ ടൈം, 360 + 360 എത്ര വരും? 720 അല്ലേ? പിന്നെ അടുത്തൊരു 360 കൂടി ആഡ് ചെയ്യുമ്പോ അതങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് ഈ 765 നമുക്ക് സൈൻ ഓഫ് 720 ഡിഗ്രി പ്ലസ് എന്തെന്ന് എഴുതാം? 45 ഡിഗ്രി എഴുതാം. അതായത് നമ്മൾ നോക്കിക്കേ 360, അതായത് നമ്മൾ റൊട്ടേഷൻ വെച്ചിട്ടാണ് എഴുതുന്നത്. ഇത് നോക്കിക്കേ, ഈ സൈൻ ഫസ്റ്റത്തെ ഒരു റൊട്ടേഷൻ കഴിഞ്ഞ് വരുമ്പോ എത്രയും 360 ഡിഗ്രി ആവും. പിന്നെ ഒരു പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുമ്പോ എത്രയും 72 ഡിഗ്രി ആവും. അപ്പൊ അതുകൊണ്ടിട്ടാണ് നമ്മൾ ആ ഒരു 360 മൾട്ടിപ്പിൾ ആക്കിയാണ് ഇതിനെ എഴുതണം. അപ്പൊ 720 + 45 ഡിഗ്രി എഴുതി. ഇനി നോക്കിക്കേ 720 നമുക്ക് എങ്ങനെ എഴുതാം? സൈൻ ഓഫ് 720 നമുക്ക് എന്ത് എഴുതാം? 2 × π എന്ന് എഴുതാം. 2 × π + 45 ഡിഗ്രി. മനസ്സിലായ? അപ്പൊ ഞാൻ പറഞ്ഞ സൈനിന്റെ വാല്യൂ എന്താ? റൊട്ടേഷനിൽ എന്താണ്? സെയിം വാല്യൂ തന്നെ വന്നോണ്ടിരിക്കും. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ? സൈൻ 2 പ്രാവശ്യം ഓൾറെഡി റൊട്ടേറ്റ് ചെയ്ത് പിന്നെ ഒരു 45 ഡിഗ്രി കൂടി തിരിഞ്ഞു അല്ലെ? അപ്പൊ ഇതിന്റെ വാല്യൂ നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഈ ഒരു വാല്യൂ നമുക്ക് കളയാം. ഓൾറെഡി ഈ സൈൻ എന്ത് ചെയ്ത് ആദ്യം ഒരു പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്ത് പിന്നെ ഒരു പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്ത് പിന്നെയാണ് 45 ഡിഗ്രി തിരിഞ്ഞത്. അപ്പൊ ഈ ഒരു സാധനം എടുക്കണ്ട. യു ജസ്റ്റ് ലൈക്ക് സൈൻ 45 ഡിഗ്രി ഇങ്ങനെ മാത്രം എടുത്താൽ മതി. 2π എന്ന് പറയുമ്പോഴത്തേക്കും 3π. 720 എന്ന് പറയുമ്പോഴത്തേക്കും 3π അല്ലേ? അല്ല, 2 × 360 ഡിഗ്രി. 360 ഡിഗ്രി എന്ന് പറയുമ്പോൾ π എന്ന് പറയുന്നത് 180 ഡിഗ്രി. അപ്പൊ നിങ്ങൾ 2 × 360 മൾട്ടിപ്ലാറ്റ് ചെയ്താൽ മതി. 2 × 360 എന്ന് എഴുതിയാൽ മതി കേട്ടോ. 360 എന്ന് പറയുമ്പോൾ ഒരു റൊട്ടേഷൻ. കട്ടായി എന്ന് പറയുമ്പോൾ സൈനിന്റെ വാല്യൂ, അതായത് നോക്കിക്കേ, എത്ര പ്രാവശ്യം തിരിഞ്ഞാലും സെയിം വാല്യൂ തന്നെ വന്നുകൊണ്ടിരിക്കും.
ഇപ്പൊ സൈൻ ഇവിടെ നിന്ന് നമ്മൾ തിരിഞ്ഞ് ഇവിടെ എത്തി. അപ്പൊ ഇതിന്റെ ഇടയിലുള്ള വാല്യൂസ് ഒക്കെ യൂണീക്കാ. പിന്നെ ഒരു പ്രാവശ്യം തിരിഞ്ഞിട്ടാണ് 45 ഡിഗ്രി പിന്നെ തിരിഞ്ഞു വന്നേക്കണം ഈ സാധനം. ഇപ്പൊ ക്ലോക്കിന്റെ സൂചി പോലെ എടുക്കുക. ക്ലോക്കിന്റെ സൂചി എന്താ ചെയ്യണം? ഫസ്റ്റ് നമ്മൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ കറങ്ങി ഇവിടെ വന്നേ. പിന്നെ 2 പ്രാവശ്യം കറങ്ങിയ സമയത്തിന് വ്യത്യാസമൊന്നും വരുന്നില്ലല്ലോ, സമയം സ്റ്റിൽ അങ്ങനെ തന്നെ നിൽക്കില്ല. അതുപോലെ തന്നെ ഈ സൈൻ ആദ്യം ഒരു പ്രാവശ്യം ഇവിടെ നിന്ന് കറങ്ങി ഇവിടെ എത്തി, പിന്നെ രണ്ടാമത് കറങ്ങി എത്തി, എന്നിട്ടാണ് 45 ഡിഗ്രി തിരിഞ്ഞേക്കണത്. മനസ്സിലായ? അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വാല്യൂ നെഗ്ലക്ട് ചെയ്തിട്ട് 45 ഡിഗ്രി. സൈൻ 45 ഡിഗ്രിയുടെ വാല്യൂ എത്ര? 1/√2. അപ്പൊ ഇതിന്റെ ആൻസർ 1/√2. അടുത്തൊരു ക്വസ്റ്റ്യൻ ഏതൊക്കെ? ഇവിടെ ഈ റൊട്ടേഷൻ സെയിം തന്നെ വന്നിട്ട് നമ്മൾ അത് കൺസിഡർ ചെയ്യുന്നില്ല, ഈ 45 ഡിഗ്രി മാത്രം എടുത്തത്. അതല്ല ഇപ്പൊ പറഞ്ഞത്, എടാ റൊട്ടേറ്റ് ചെയ്യുമ്പോ സെയിം വാല്യൂസ് തന്നെ സൈനിന് വന്നോണ്ടിരിക്കണത്. അപ്പൊ ആ പാർട്ട് നമ്മൾ നെഗ്ലക്ട് ചെയ്തിട്ട് ആ റൊട്ടേറ്റ് ചെയ്തിട്ട് ഇപ്പൊ എത്ര പ്രാവശ്യം കറങ്ങിയാലും നമുക്ക് ആ 45 മാത്രം എടുത്താൽ മതി. കേട്ടോ? നിന്റെ മുഖം കണ്ട എനിക്കൊന്നും മനസ്സിലാവില്ല. മനസ്സിലായില്ലേന്ന്? മനസ്സിലായ? ഇനി അടുത്തൊരു പ്രോബ്ലം ചെയ്തേ. അടുത്തത് tan 19π/3. tan എല്ലാത്തിലും റൊട്ടേഷൻ ഭാഗമുണ്ട്. tan 19π/3. ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കും. ഇവിടെ ഒരു പ്രത്യേകത എന്ത് നോക്കിക്കേ, നമ്മൾ എപ്പോഴും പൈയുടെ മൾട്ടിപ്പിൾ പ്ലസ് ഒരു വാല്യൂ ഒക്കെ എഴുതണം. അപ്പൊ നമുക്ക് ഇതിന്റെ മിക്സ്ഡ് ഫ്രാക്ഷൻ ആയിട്ട് എങ്ങനെ ഈ π/3 സ്റ്റിൽ അവിടെ നിർത്തിയിട്ട് π/3 ഞാൻ അവിടെ നിർത്തി. ഈ 19π നമുക്ക് എങ്ങനെ മിക്സ്ഡ് ഫ്രാക്ഷൻ ആക്കി എഴുതാം? ഓക്കെ, 6π പ്ലസ് π/3യുടെ വാല്യൂ എന്താ പറഞ്ഞത്? 6 × 3 എത്ര? 18. 18π പ്ലസ് π 18π പ്ലസ് π 19π. അപ്പൊ ഞാൻ 18 തന്നെ ഇട്ടാം. 6 × 3 18. 18 പ്ലസ് π 19π. അപ്പൊ ഇതിനെ നമ്മൾ ഇങ്ങനെ സ്പ്ലിറ്റ് ആക്കി എഴുതി. ഇനി നോക്കിക്കേ, ഇനി 6π എടുക്കണോ? വേണ്ട. പൈയുടെ മൾട്ടിപ്പിൾ ആയിട്ട് വന്നേക്കണേ, അതെടുക്കണ്ട. ബാക്കി എന്ത് ചെയ്താൽ മതി? tan π/3 കണ്ടുപിടിച്ചാൽ മതി. കേട്ടോ? എത്ര? tan π/3 which is equal to tan π/3. കേട്ടോ? tan π/3 വാല്യൂ എത്ര? √3 which is equal to √3. അങ്ങനെ അടുത്ത സൈൻ മൈനസ് π/3 എന്ന് എഴുതി. സൈൻ മൈനസ് π/3 11π/3 11π/3. π/3. ഈ π/3 എന്തായാലും വരണം. അപ്പൊ എങ്ങനെ എഴുതാം? സൈൻ എന്തോ സംതിങ് ഈ π/3 ഡെഫിനറ്റ്ലി വരണം. ഇവിടെ എന്തോ ഒരു നമ്പർ വരും. അതെന്തായിരിക്കും? 4 ആണെങ്കിൽ 4 ഇപ്പൊ എഴുതി വെച്ചു. 4π എഴുതിയ 4 × 3 എത്ര? 12 പ്ലസ് 5
ഒരു ബൈ അപ്പൊ -4 എഴുതിയാൽ മതി. -4 ഇത് നോക്കിക്കേ, ഇങ്ങനെ എഴുതുമ്പോ നോക്കിക്കേ, -4π × 3 എത്ര വരും? 12π. -12π + 5 -11π. അപ്പൊ നമുക്ക് ഇതിന് sin π/3 എന്ന് എഴുതാം. അതിന്റെ വാല്യൂ വന്നിരിക്കുന്നത്. അപ്പൊ ഇതിൽ ശരിക്കും നമുക്ക് ഈ റിസൾട്ടിന് വന്നത് ഇങ്ങനെയാണ്: sin 360 ഡിഗ്രി ഇൻറ്റു n പ്ലസ് തീറ്റ എന്ന് പറയുന്നത് സൈൻ തീറ്റ. ഇത് റിസൾട്ട് ആണ് കേട്ടോ. നോക്കിക്കേ, സൈൻ 360 ഡിഗ്രി ഇൻറ്റു n പ്ലസ് 5 എന്ന് പറയുന്നത് സൈൻ തീറ്റ തന്നെയാണ്. ഇപ്പൊ നമ്മൾ ഈ വാല്യൂ എടുക്കൂലെന്ന് പറഞ്ഞില്ലേ? ഇപ്പൊ നോക്കിക്കേ, ഇതിപ്പോ 360യുടെ മൾട്ടിപ്പിൾ അല്ലേ -4π എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 360 ആണ്. അതുകൊണ്ട് നമുക്ക് സൈൻ തീറ്റ മാത്രം എടുത്താൽ മതി. അത് ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചാൽ മതി. എത്ര വാല്യൂ കിട്ടി? എത്ര? √3/2. ഇറ്റ് ഇസ് ഈക്വൽ ടു √3/2. അല്ല, അതല്ല ഇത് ഇക്വേഷൻ. ഇപ്പൊ പറഞ്ഞ കാര്യം തന്നെ ഞാൻ ഇതായിട്ട് പറഞ്ഞുള്ളൂ. ഏത് അടിയിൽ എഴുതിയതാ? അത് നിങ്ങൾ ജസ്റ്റ് മൈൻഡിൽ വെച്ചാൽ മതി. അടുത്തത് cos 930 ഡിഗ്രി കണ്ടുപിടിച്ച് ഫൈൻഡ് ദ വാല്യൂ ഓഫ് cos 930 ഡിഗ്രി. കോസിന്റെ ഇതിൽ വരുമ്പോ ശ്രദ്ധിച്ചേ, നമ്മളിപ്പോ സൈനിന്റെ ഇതിൽ പ്ലസ് സംതിങ് ആയിട്ടല്ല നമ്മൾ എഴുതിയത്. കോസിന്റെ വരുമ്പോഴത്തേക്ക് ഇക്വേഷൻ കോസ് 360 ഡിഗ്രി ഇൻറ്റു n മൈനസ് തീറ്റ വരണം കേട്ടോ. അല്ലെങ്കിൽ കോസ് 360 ഡിഗ്രി മൈനസ് തീറ്റ എന്താണ് ശരിക്കും? നമ്മളിപ്പോ പഠിച്ചത് കോസ് 360 ഡിഗ്രി മൈനസ് തീറ്റ ഈസ് ഈക്വൽ ടു കോസ് തീറ്റ ആണ്. അപ്പൊ ഇത് വെച്ചിട്ട് വേണം ചെയ്യാൻ. ഏ 360 ഇൻറ്റു ആ ഇപ്പൊ 930 ഡിഗ്രി. അപ്പൊ 2 × 360 എത്ര വരുള്ളൂ? 720 വരുള്ളൂ. 720 അതിനെക്കാട്ടും താഴെ. 3 × 360 എത്ര വരും? 1080 മൈനസ് സംതിങ് ആക്കാതെ. അതായത് എന്താടാ, ഇതിനെ കോസ് ഓഫ് എത്ര 1080 ഡിഗ്രി മൈനസ് എത്ര വരണം? 930 വരണം. എത്ര ഓർക്കണം? 150 മൈനസ് ചെയ്താ പോരെ? അപ്പൊ 150 എഴുതി. അപ്പൊ ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? കോസ് ഓഫ് 3 × 360 ഡിഗ്രി മൈനസ് 150 ഡിഗ്രി അല്ലെ? അപ്പൊ ഇനി ഇത് എടുക്കണോ? വേണ്ട. വിച്ച് ഇസ് ഈക്വൽ ടു കോസ് ഓഫ് എന്ത് വരും? മൈനസ് 150 ഡിഗ്രി വരും അവിടെ. അപ്പൊ കോസ് ഓഫ് മൈനസ് തീറ്റ എന്ന് പറയുന്നത് എന്താ? അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് കോസ് ഓഫ് 360 ഡിഗ്രി മൈനസ് തീറ്റ എന്ന് പറയുന്നത് കോസ് തീറ്റ ആണ്. അപ്പൊ കോസ് 150 ഡിഗ്രിന്ന് എടുത്ത്. ഇനി നമുക്ക് ഈ 150 ഡിഗ്രിനെ നമുക്ക് എങ്ങനെ എഴുതാം? 90 plus
ഈ കോസ് 150 ഡിഗ്രി എഴുതാം. നമുക്ക് കോസ് ഓഫ് cos ചെയ്യാം. 180 ഡിഗ്രി മൈനസ് 180 minus 30. 30 എന്ന് എഴുതാം. അപ്പൊ 180 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? 5. ഇതൊക്കെ കോസ് 150 ഡിഗ്രി നമ്മൾ കോസ് ഓഫ് 180 ഡിഗ്രി മൈനസ് 30 ഡിഗ്രി എഴുതി. ഇതിന്റെ മീനിങ് എന്താ? വിച്ച് ഇസ് ഈക്വൽ ടു കോസ് 30 ഡിഗ്രി. വിച്ച് ഇസ് ഈക്വൽ ടു കോസ് 30 ഡിഗ്രി. 180 പോകും. വാല്യൂ എന്താണ്? റൂട്ട് 3/2. അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്തേ. സൈൻ മൈനസ് ആദ്യം പറയല്ലേ, കോട്ട് മൈനസ് 15π/4. ഇതിനൊക്കെ ഒരു മിനിറ്റ്. അല്ല അത് ഇല്ലടാ. കൊസീക്ക് മൈനസ് 1410 ഡിഗ്രി. 1410 അല്ല, ഇത് എഴുതിയാൽ മതി. കൊസീക്ക് മൈനസ് 1410. കൊസീക്കിന്റെ ഇതുപോലെ തന്നെ പൈയുടെ മൾട്ടിപ്പിൾ ആക്കി എഴുതി. ഇതിനെ പൈയുടെ മൾട്ടിപ്പിൾ ആക്കി എഴുതി ഫസ്റ്റ്. കൊസീക്കിന്റെ ഫോർമുലയിലും 3 സൈനിന്റെ റെസിപ്രോക്കൽ ആണല്ലോ, അപ്പൊ പ്ലസ് വരെ. എത്ര വരെ വാല്യൂ ആണ് 2 പറഞ്ഞത്? ഫൈനൽ വാല്യൂ ആദ്യം 140നെ 360യുടെ മൾട്ടിപ്പിൾ ആക്കാൻ പറ്റും നോക്ക്. cosec 360 into n plus pi which is equal to എത്രയാക്കി? 4 into minus 360 മൈനസ് 4. ഇവിടെ മൈനസ് കിടക്കണ്ടല്ലോ, അതും കൂടി കൺസിഡർ ചെയ്യണം കേട്ടോ. മൈനസ് കോസ് കോസ് ചെയ്യാ. മനസ്സിലായില്ല. മൈനസ് കോസ് ചെയ്യാൻ എന്താ പറയണത്? അല്ലടാ, നോക്കിക്കേ, നമുക്കിതിനാ കൊസീക്ക് മൈനസ് 4 into 360 ഡിഗ്രി എത്ര വരും? 4 into 360 എത്ര? നോക്കട്ടെ. 1440 വരും അല്ലെ? വിച്ച് ഇസ് പ്ലസ് എന്ത് നോക്കാം നമുക്ക്. ഇത് മൈനസ് ആണെങ്കിൽ 30. എന്നിട്ട് അടുത്ത സ്റ്റെപ്പിൽ എന്താവും? ഇത് എലിമിനേറ്റ് ചെയ്ത് പോകും. 30 ഡിഗ്രി വരും. കോസ് 30 ഡിഗ്രി എന്താ? കൊസീക്ക് 30 ഡിഗ്രി എന്ന് പറയുന്നത് എന്താണ്? സൈനിന്റെ വാല്യൂ. അപ്പൊ എന്താ? സൈൻ 30 ഡിഗ്രി എത്ര? 1/2. സൈൻ 1/2 ആണ്. സൈൻ 30 ഡിഗ്രി 1/2. അപ്പൊ കൊസീക്ക് 30 ഡിഗ്രി എന്ന് പറയുന്നത് 2 ആവും. 30 ഡിഗ്രി equal to 2.
അടുത്തൊരു പ്രൂഫാണ് കേട്ടോ. അടുത്തൊരു പ്രൂഫ് ഏതൊക്കെ? ഇഫ് നൺ ഓഫ് ദ ആംഗിൾ എക്സ് കോമ വൈ ആൻഡ് none of the angles x comma y and x plus y is an odd multiple of x plus y is an odd multiple of if none of the angles x comma y and x plus y is an odd multiple of pi by 2 multiple of pi by 2, then tan x plus y is equal to tan x plus y is equal to tan x plus y is equal to ഇത് ഇമ്പോർട്ടന്റ് ആട്ടോ കുറച്ച്. tan y by 1 minus tan x tan y. എന്താ? If none of the angles x comma y and x plus y is an odd multiple of pi by 2, then ഇത് ഈക്വൽ ടു ഇതാന്ന് കാണിക്കണം. ഇത് പ്രൂവ് ചെയ്യാം. tan x plus y എന്ന് പറയുന്നത് tan x plus tan y by 1 minus tan x into tan y ആന്ന് കാണിക്കണം. ഏതാ? അതറിയാം. അപ്പൊ ഫസ്റ്റ് നോക്കിക്കേ, ഇത് പ്രൂവ് ചെയ്യാൻ നമ്മൾ ആദ്യം ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് തുടങ്ങും. ഫസ്റ്റ് ടാൻ ഓഫ് എക്സ് പ്ലസ് വൈ നമുക്ക് എന്ത് എഴുതാം? ടാനിന് നമുക്ക് എന്താ? സൈൻ ബൈ കോസ് ആണല്ലോ. അത് ആദ്യം എഴുതിക്കേ. നിങ്ങൾ തന്നെ ചെയ്യും. ഫസ്റ്റ് എന്ത് വരും? സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ ബൈ കോസ് ഓഫ് എക്സ് പ്ലസ് വൈ. ടാൻ എന്ന് പറഞ്ഞാൽ സൈൻ ബൈ കോസ് ആയതുകൊണ്ട് അങ്ങനെ എഴുതി. ഇനി നോക്കിക്കേ, സൈൻ എക്സ് പ്ലസ് വൈയുടെ എന്ത് പഠിച്ചിട്ടുണ്ട്? ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? സൈൻ എക്സ് കോസ് വൈ പ്ലസ് കോസ് എക്സ് സൈൻ വൈ. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് സൈൻ എക്സ് കോസ് വൈ ബാക്കി ഇവിടെ എഴുതിട്ടുണ്ടടാ. അത് പിന്നെ എഴുതാ. അത് ഇത് അപ്പൊ ടാൻ എക്സ് പ്ലസ് വൈ നമ്മൾ സൈൻ കോസ് എന്ന് എഴുതി. പിന്നെ സൈൻ എക്സ് പ്ലസ് വൈയുടെ ഫോർമുല വെച്ചിട്ട് ഇതിനെ എക്സ്പാൻഡ് ചെയ്യാം. കിട്ടിയാ? അടിയിലത്തത് നമ്മള് കോസ് എക്സ് എന്തിനു എഴുതും? കോസ് വൈ മൈനസ് എന്ത് വരും? സൈൻ എക്സ് സൈൻ വൈ. ആ ഫോർമുല രണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും. അത്രയും ചെയ്താ? അടുത്തതിൽ നമ്മള് നമ്മുടെ ഇക്വേഷൻ നോക്കിക്കേ. ഇവിടെ എന്താ കിട്ടിയേക്കണത്? 1 അല്ലേ? ഇത്രയും കിട്ടിയോ? ഇത് ഇക്വേഷൻ ഇതാണ്. ഇത് ഈക്വൽ ടു ഇതാണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ ആദ്യം നമ്മൾ ഇത് എഴുതിയിട്ടാണ് ഇത്ര എത്തിയത്. ഇവിടെ ഇക്വേഷനിൽ 1 അല്ലേ? അപ്പൊ ഈ 1 മാറണമെങ്കിൽ ഇവിടുത്തെ സാധനം എന്താവണം? ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യണം? കോസ് എക്സ് കോസ് വൈ ചെയ്യണം അല്ലെ? എന്നാലാണ് അത് പോയിട്ട് കട്ടായി 1 ആവുള്ളൂ. അപ്പൊ ഡിവൈഡ് ദ ഹോൾ ഇക്വേഷൻ ബൈ കോസ് എക്സ് കോസ് വൈ. അതൊന്ന് എഴുതിക്കേ. ഡിവൈഡിങ് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ബൈ കോസ് എക്സ് കോസ് വൈ. ഡിവൈഡിങ് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ബൈ കോസ് എക്സ് കോസ് വൈ. അപ്പൊ എങ്ങനെ വരും? അത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ സൈൻ എക്സ് കോസ് വൈ ബൈ എന്താണ്? കോസ് എക്സ് കോസ് വൈ പ്ലസ് കോസ് എക്സ് സൈൻ വൈ ബൈ കോസ് എക്സ് കോസ് വൈ ഡിവൈഡഡ് ബൈ ഓരോ ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ഇത് ചെയ്യണം. അപ്പൊ കോസ് എക്സ് അതിനെ നമുക്ക് 1 എന്ന് എഴുതാം. 1 മൈനസ് സൈൻ എക്സ് സൈൻ വൈ ബൈ അത്ര എഴുതിയാ?
ഞാൻ പോണേക്കുമ്പോ എഴുതിക്കൂ കേട്ടോ, എളുപ്പമാണത്. ഇനി നോക്കി ഇത്ര എഴുതിയാ. അപ്പൊ ഇതെന്താ ഡിവൈഡ് ചെയ്തു, ഏത് നമ്പർ വെച്ചിട്ട് ഡിവൈഡ് ചെയ്തത്? cos x cos y കൊണ്ട് ഡിവൈഡ് ചെയ്താണ് കേട്ടോ. ഇതൊക്കെ sin x cos x, അതിന് നമുക്ക് എന്ത് ചെയ്താം? tan x എന്ന് എഴുതാം. tan x ഇതിനെ cos y sin y cos y എന്നുള്ളത് കട്ടായി പോകും. ഇനി പ്ലസ് ഇതിന് cos x ഉം കട്ടായി പോകും. sin y cos y നമുക്ക് tan y എന്ന് എഴുതാം. അടിയിലത്തെ ഇതിന്റെ വാല്യൂ 1. ഇനി ഈ sin x cos x tan x ഇൻറ്റു tan y. ഇനി അതുപോലെ തന്നെ നിങ്ങൾ cos x മൈനസ് y തന്നെ ചെയ്തേ. cos x മൈനസ് y തന്നെ ചെയ്തേ. cos അല്ല tan x മൈനസ് y തന്നെ ചെയ്യട്ടെ. ഇതുപോലെ തന്നെ ചെയ്താൽ മതി. tan ഓഫ് x മൈനസ് വൈയുടെ ഫോർമുല ഇല്ല, ഇതുപോലെ തന്നെ ചെയ്തു. ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഇത് തന്നെ ഒന്ന് പ്രൂവ് ചെയ്തേ. വിച്ച് ഇസ് ഈക്വൽ ടു ആദ്യം ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എടുക്കുക. tan x മൈനസ് വൈ ഇസ് ഈക്വൽ ടു സൈൻ ഓഫ് എക്സ് മൈനസ് വൈ ബൈ കോസ് ഓഫ് എക്സ് മൈനസ് വൈ. അടുത്ത നോട്ട് ഉണ്ടോ ക്ലാസ്സിലാ? അടുത്ത ക്ലാസ് വരുമ്പോൾ ഇതൊക്കെ പഠിപ്പിച്ചായിരുന്ന ഈ ഗ്യാപ്പിലുള്ള ഈ ഫോർമുലാസ്? ഇതൊക്കെ ഈ ഇക്വേഷനിലോട്ട് വന്നത് എങ്ങനെയാണ് പഠിപ്പിച്ച? ഇവിടെ നോക്കിക്കേ, ഈ cos 2x ഡെറിവേഷൻ ഇത് cos 2x is equal to cos square x minus sin square x. അതടുപ്പിച്ച് അപ്പൊ അവിടെ ആലോചിക്കാം, 1 കിട്ടണമെങ്കിൽ അവിടെ ഏത് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യണം? അത് വെച്ച് തന്നെ ഹോൾ ഇക്വേഷൻ ഡിവൈഡ് ചെയ്യാം. കിട്ടിയാടാ? ഇത് കഴിഞ്ഞെങ്കിൽ അടുത്തത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാ ഏതാ പറഞ്ഞു പോയാ തിരിഞ്ഞ്? tan x മൈനസ് tan y ബൈ 1 പ്ലസ് tan x tan y. എന്താടാ? തിരിഞ്ഞാണോ പറഞ്ഞ? തിരിഞ്ഞു വരുമല്ലോ, കറക്റ്റ് അങ്ങനെ തന്നെ കിട്ടുമല്ലോ. അവിടെ tan ഓഫ് മൈനസ് അവിടെ നമുക്ക് എന്താ പ്രശ്നം? ഇവിടെ കിട്ടി, ഇങ്ങനെ തന്നെ കിട്ടിയാ? അടുത്തത് നിങ്ങൾ ഇതൊന്ന് തന്നെ ചെയ്തേ. cot ഓഫ് x മൈനസ് വൈ ഈസ് ഈക്വൽ ടു cot x cot y. ഇതൊക്കെ നിങ്ങൾ ഇനി പഠിക്കും തന്നെയാ ചെയ്യാം. cot y
by -1 cot y plus cot x. അപ്പൊ നോക്കിക്കേ, ആദ്യം നിങ്ങൾ ഇത് സ്റ്റാർട്ട് ചെയ്യാ. കോട്ടിന്റെ ഡെഫിനേഷൻ, കോട്ട് എന്താ? ടാൻ കോസ് ബൈ സൈൻ. അത് വെച്ച് തന്നെ ചെയ്യാവുന്നത്. അപ്പൊ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കോട്ട് റൈറ്റ് ഹാൻഡ് സൈഡ്. ആ അതാണ് അത് തിരിഞ്ഞു വന്നത്. ഇത് തന്നെ ചെയ്തോ. എന്താ കൺഫ്യൂഷൻ? എടാ കോട്ട് എന്താ? സൈൻ കോസ് ബൈ സൈൻ അല്ലേ കോട്ട്? ആ അപ്പൊ കോസ് ഓഫ് എക്സ് പ്ലസ് വൈ ബൈ സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ. ഇവന്റെ മുഖം കണ്ട് എനിക്ക് മനസ്സിലായതാണോ അല്ലെങ്കിൽ മനസ്സിലാവാത്തതാണെന്ന് മനസ്സിലാവില്ല. നീ ഇങ്ങനെ ഇരിക്കുമ്പോ ഇങ്ങനെ ഇരിക്കും, എന്നിട്ട് പറയേയില്ലേ. നമ്മൾ നോക്കിക്കൊണ്ടിരുന്നാലും ഇങ്ങനെ നിൽക്കും കൊറേ നേരം. അതെന്താ അങ്ങനെ നിൽക്കണ നീ? ആണോ? ഞാൻ ആലോചിക്കണേ ഇങ്ങനെ നോക്കിക്കൊണ്ട്. അതായത് നമ്മൾക്ക് ഇവിടെ എന്ത് സാധനം കിടക്കുന്നോ മൈനസ് കഴിഞ്ഞ് ഇവിടെ കിടക്കൂലേ, ആ ടൈം വെച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ? ഡിവൈഡ് ചെയ്യാൻ. എന്നാലല്ലേ അത് 1 ആവുള്ളൂ. മനസ്സിലായ? നിനക്ക് മനസ്സിലായടാ? മനസ്സിലായില്ല? എടാ നീ ഇതിപ്പോ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു വലിയൊരു എക്സ്പാൻഷൻ അല്ലേ? അവിടെ മൈനസ് അല്ലേ വന്നേക്കണം? നോക്കിക്കേ, ഇത് കഴിഞ്ഞിട്ട് മൈനസ് അല്ലേ വന്നേക്കണം? ഇത് കഴിഞ്ഞിട്ട് ഇതെന്താ ബാക്കി രീതിയിലേ. അപ്പൊ നോക്കിക്കേ, ഈ ടേം വെച്ച് മൈനസ് ഡിവൈഡ് ചെയ്താലാണ് ഈ ടേം എന്താവുള്ളൂ, ഇവിടത്തെ ടേം എന്താവുള്ളൂ? 1 ആവുള്ളൂ. അപ്പൊ അത് വെച്ചിട്ട് ഹോൾ ഇക്വേഷനെ ഡിവൈഡ് ചെയ്യണം. മനസ്സിലായാ? നിനക്ക് കിട്ടിയാ? എന്നാ അതിന്റെ സ്കോട്ട് എക്സ് മൈനസ് വൈ കണ്ടുപിടിച്ചേ. ഇക്വേഷൻ നേരെ തിരി. എക്സാമിന് ചിലപ്പോ വേറെ ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും. ഡിവൈഡ് ചെയ്യേണ്ട സാധനം ഇങ്ങനെ നോക്കി കണ്ടുപിടിക്കട്ടെ, കാണണ്ടൊന്നും പഠിച്ചോക്കണ്ട. കോട്ട് ഏത് ചാപ്റ്ററാ? റിലേഷനാ? ഈ മാസോ? പറഞ്ഞു. എടാ ഇത് ചെയ്യട്ടാ, അത് കെട്ടിക്കഴിഞ്ഞവര് ഇത് ചെയ്യാം. ഇത് തന്നെ കിട്ടിയിട്ടില്ലെന്നാ? ആദ്യത്തെ തന്നെ കിട്ടിയിട്ടില്ലെന്നാണോ നീ പറഞ്ഞ? കഴിഞ്ഞവരൊന്ന് കാണിക്കട്ടാ.
ഇതേതോ രണ്ടാമത്തേനാടാ? രണ്ടാമത്തെ. രണ്ടാമത്തെ ഏതാ? കോട്ടെക്സ് മൈനസ് വൈഡ. ഈ ഫോർമുലാസ് മാത്രമായിട്ട് ഒരു പേപ്പറിൽ എഴുതിക്കൊണ്ടു തന്നെ അടുത്ത ദിവസം വരുമ്പോ, പേപ്പറിൽ അല്ലെങ്കിൽ ബുക്കിന്റെ ബാക്കിൽ കേട്ടാ. ഇന്ന് പഠിച്ച എല്ലാ ഫോർമുലാസും. ഇതിന്റെ നിങ്ങൾക്ക് കഴിഞ്ഞാണോ ഈ ചാപ്റ്റർ? എവിടം വരെ എത്തി? ഇവിടം വരെ എത്തി. വെട്ടിയ കൊണ്ട് നോക്കിയതാ. കഴിഞ്ഞാടാ? മറ്റേത് കഴിഞ്ഞാ? ഇനി അടുത്തത് ഇത്രയും വലിയ ഇക്വേഷൻ പ്രൂവ് ചെയ്യണം. ഇതെന്തായാലും ചോദിക്കട്ടെ എക്സാമിന്. ഇങ്ങനത്തെ cos 2x is equal to cos square x sin square which is equal to 2 cos square x minus 1 which is equal to 1 minus 2 sin square which is equal to 1 minus tan square x plus 1 plus tan square. എളുപ്പമാണ്. ഈക്വൽ ആണെന്ന് കാണിക്കണം. അപ്പൊ ഇത് cos 2x ഇതിനോടെല്ലാം ഈക്വൽ ആണെന്ന് കാണിക്കണം. നമ്മുടെ ആകെ എന്ത് മാത്രമേ ഉള്ളൂ? cos 2x മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്കറിയാം ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് cos x plus yയുടെ ഫോർമുല വെച്ച് സ്റ്റാർട്ട് ചെയ്യണം ഈ ഒരു പ്രോബ്ലം. അപ്പൊ കോസ് കഴിഞ്ഞ എപ്പോഴാ കഴിയണം? അത് സ്റ്റോപ്പ് ചെയ്യേ. അതിനൊക്കെ ചെയ്യാവുന്നല്ലേ ഉള്ളൂ തന്നെ. നോക്കിക്കേ, cos 2x ഇതിനോടെല്ലാം ഈക്വൽ ആണെന്നാണ് കാണിക്കേണ്ടത്. നമുക്ക് ആകെ cos x plus yയുടെ ഫോർമുല അറിയാം. അതാദ്യം ഇത് cos x plus yയുടെ ഫോർമുല എന്താ? cos x cos y മൈനസ് sin x sin y. ഓക്കെ, ഫസ്റ്റ് നിങ്ങൾ ഇവിടെ cos 2x ആണെങ്കിൽ ഈ ഫോർമുല എന്താവണം? വൈക്ക് പകരം ആരാകണം? x ആകണം അല്ലെ? എന്നാൽ മാത്രമല്ലേ cos 2x ആവുള്ളൂ. മനസ്സിലായ? അതായത് cos ഓഫ് x plus x ആണ് എന്ത്? cos 2x. അപ്പൊ അതാകണമെങ്കിൽ വൈക്ക് പകരം ആരാകണം? x ആകണം. അപ്പൊ സോ റീപ്ലേസ് y ബൈ x എന്ന് ചെയ്തിട്ട് അടുത്ത ഫോർമുല ഒന്ന് തന്നെ ചെയ്തേ. അതായത് വൈകളെല്ലാം എന്താക്കണം? എക്സുകളാക്കണം. അപ്പൊ ദിസ് ഇക്വേഷൻ ബിക്കം cos 2x ഈസ് ഈക്വൽ ടു cos x y എന്താവും? cos x. അപ്പൊ cos square x എന്ന് എഴുതാം നമുക്കതിനെ. cos square x മൈനസ്
സൈൻ സ്ക്വയർ. അപ്പൊ ഒന്നാമത്തെ കിട്ടിയില്ലേ? പ്രോസസ് ചെയ്യാം. ഇപ്പൊ ഉപയോഗിക്കുന്നില്ലേ? അപ്പൊ നോക്കിക്ക് എന്ത് കിട്ടി നമുക്ക്? ആദ്യത്തെ ഫോർമുല കിട്ടി കോസ് സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു സൈൻ സ്ക്വയർ എക്സ്. മനസ്സിലായ? സൈൻ എക്സ് വൈക്ക് വരും, നമ്മ പിന്നെ സൈൻ എക്സ് കൊടുത്തപ്പോ സൈൻ സ്ക്വയർ എക്സ്. ഇനി അടുത്ത് നോക്കിക്കേ, ഇനി നമുക്കറിയാം ഒരു ഫോർമുല കോസ് സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു 1 ആണെന്ന് അറിയാം. അപ്പോ ഈ കോസ് സ്ക്വയർ എക്സിന് നിങ്ങൾ അതിൽ ഒന്ന് എഴുതിക്ക്. we know that cos square x plus sin square x is equal to 1. അപ്പൊ അതിന് നമുക്ക് cos square x നമുക്ക് എങ്ങനെ എഴുതാം? 1 മൈനസ് സൈൻ സ്ക്വയർ എക്സ് എന്ന് എഴുതാം. അപ്പൊ ഈ ഒരു cos square x നെ നമുക്ക് ഇങ്ങനെ 1 മൈനസ് സൈൻ സ്ക്വയർ എക്സ് എന്ന് എഴുതിക്കേ. അപ്പൊ നമുക്ക് സെക്കൻഡ് ഇക്വേഷൻ കിട്ടും. എന്താടാ? നിക്ക് ഒരു മിനിറ്റ് കേട്ടോ. ആദ്യം നിങ്ങൾ അത് ചെയ്യല്ലേ. ആദ്യം വേറെ ഒരെണ്ണം ചെയ്തിട്ട് അറിയാം. ഇത്ര അറിയാലോ ഫോർമുല. ഇവിടെ വരെ എത്തി. ഇനി രണ്ടാമത്തെ ഫോർമുല ഏതാ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? ഇതാ. അപ്പോ ഇവിടെ ഈ സൈൻ സ്ക്വയർ എക്സിന് പകരം ഈ പറഞ്ഞ വാല്യൂ കൊടുക്കാം. അപ്പൊ എന്താ? സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു 1. അപ്പൊ നമുക്ക് ആ സൈൻ സ്ക്വയർ എക്സിന് എങ്ങനെ എഴുതാം? 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് എന്ന് എഴുതാം. അപ്പൊ ഈ ഒരു ഫോർമുലയില് നമുക്ക് എങ്ങനെ എഴുതാം? കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സിന് 1 മൈനസ് കോസ് സ്ക്വയർ എക്സ്. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോ കോസ് സ്ക്വയർ എക്സ് മൈനസ് 1 പ്ലസ് മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഇങ്ങനെ വരും. അപ്പൊ 2 കോസ് സ്ക്വയർ എക്സ് മൈനസ് 1 എക്സ്. അപ്പൊ രണ്ടാമത്തെ ഇക്വേഷൻ കിട്ടിയില്ലേ? അതിന് രണ്ടാമത്തെ ഇക്വേഷൻ. ഇനി മൂന്നാമത്തെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ നമുക്കിപ്പൊ ഈ കിട്ടിയ സാധനത്തില് തിരിച്ചിടണ്ട. കോസ് സ്ക്വയർ എക്സിന് നമ്മൾ എന്ത് കൊടുക്കണം? സൈനിന്റെ ടൈമിലാക്കി എഴുതാം. ശരി. മനസ്സിലായില്ലേ? നമുക്ക് മനസ്സിലായില്ലേ? ആദ്യം നമ്മള് ഇവിടത്തെ സൈൻ സ്ക്വയർ എക്സിനാണ് നമ്മൾ എന്ത് കൊടുത്ത? കോസ് സ്ക്വയർ എക്സ് മൈനസ് 1 എന്ന് കൊടുത്തത്. അല്ല, 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് കൊടുത്തത്. ഇനി നമ്മൾ ഈ സാധനത്തിന് ഫ്രണ്ടിൽ കിടക്കുന്ന സാധനത്തിന് എന്ത് ചെയ്യും? 1 മൈനസ് സൈൻ സ്ക്വയർ എക്സ് എന്ന് കൊടുക്കും. അപ്പൊ എന്താവും? ഈ കോസ് സ്ക്വയർ എക്സ് എന്താവും? 1 മൈനസ് സൈൻ സ്ക്വയർ എക്സ് മൈനസ് ദിസ് സൈൻ സ്ക്വയർ എക്സ്. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ആൻസർ ആലോചിച്ചാൽ കിട്ടും. ഇപ്പൊ കിടക്കുന്ന സാധനം സൈൻ. അപ്പൊ എല്ലാ ഇക്വേഷനും എന്തിന്റെ ടേമിലാവണം? സൈൻ സ്ക്വയർ എക്സിന്റെ ടേമിലാവണം. അപ്പൊ ഈ ഇക്വേഷനിൽ നമ്മൾ എന്ത് ചെയ്യാം? കോസിനെ നമ്മൾ എന്താക്കണം? സൈൻ ആക്കണം. അപ്പൊ ആ ഇക്വേഷൻ എന്താ? കോസ് സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ് ഇക്വൽ ടു 1 ആണ്. അതിൽ നിന്ന് നമുക്ക് കോസ് സ്ക്വയറിന് നമുക്ക് എന്ത് ചെയ്താം? കോസ് സ്ക്വയർ എക്സ് ഇക്വൽ ടു 1 മൈനസ് സൈൻ സ്ക്വയർ എക്സ് വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതാണ് ഇവിടെ ചെയ്തേക്കണം. മൈനസ് സൈൻ സ്ക്വയർ എക്സ് ഏതാ? മുന്നേ ചെയ്യാൻ പോലെ തന്നെ ഇത്രയും ചെയ്താ നിങ്ങള്. ഇനി അടുത്ത ഏതാ കണ്ടുപിടിക്കാനുള്ളത്? ടാൻ ചെയ്യാൻ വേണ്ടി. ടാൻ
ആ അതായത് നമ്മള് കോസ് സ്ക്വയർ എക്സ് നമ്മുടെ ഈ ഫോർമുല ഇല്ലേ, ഈ ഫോർമുല എല്ലാം കണ്ടുപിടിച്ചേക്കണം. ആ ഫോർമുലയിൽ നമ്മൾ കോസ് സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ വെച്ച് ഡിവൈഡ് ചെയ്യും, മുകളിലും താഴ്ത്തും. അല്ല, കോസ് സ്ക്വയർ എക്സ് വെച്ചിട്ട് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ കോസ് സ്ക്വയർ എക്സ് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാം ആ ഇക്വേഷനിൽ. ഇത് വായിക്കാലോ. നമ്മുടെ ഇതേ ഉള്ളൂ, കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ് ഡിവൈഡിങ് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ബൈ നിൽക്കുന്ന ഒരെണ്ണം ഒരു മിനിറ്റ്. എടാ അത് കാണിച്ചേടാ, ബുക്ക് കാണിച്ചു. എടാ കോസ് സ്ക്വയർ എക്സ് മൈനസ്, നിങ്ങൾ ആ ഫോർമുല പഠിച്ചിട്ടുണ്ട്, കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ ഇക്വൽ ടു കോസ്. അതിങ്ങനെ ഈ കോസ് എക്സ് സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ താഴെ എങ്ങനെ ഒന്നാം സ്റ്റെപ്പ് അത് കാണിച്ച് നെക്സ്റ്റ് കാണിച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റെപ്പിലോട്ടുള്ളതിന്റെ മുന്നത്തെ സ്റ്റെപ്പ് ഉണ്ടാ, അതായത് കോസ് സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ് അടിയിൽ വന്നില്ലേ, അത് നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ടോ? എവിടാ അതേതാ പഠിച്ച എവിടാ? ഓ വിച്ച് ഇസ് ഈക്വൽ ടു 1 ആണല്ലോ. ലിസൺ ഹിയർ, എടാ ഇവിടെ ശ്രദ്ധിച്ചേ, നമുക്കിപ്പോ നമ്മുടെ കയ്യിൽ എന്ത് ഫോർമുല വരെ ഉള്ളത്? കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ് വരെ അല്ലേ ഉള്ളത്? അതായത് കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ്. അപ്പൊ ഇതിന് നമുക്ക് മറ്റേ ടാൻജന്റ് ഇക്വേഷനിലോട്ട് എത്തണം. ടാൻജന്റ് ഇക്വേഷൻ എന്തായിരുന്നു പ്രൂവ് ചെയ്യേണ്ടത്?
1 മൈനസ് ടാൻ സ്ക്വയർ എക്സ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ്. അപ്പൊ നോക്കിക്കേ, എല്ലാ ഒരു സാധനത്തിന്റെ അടിയിൽ 1 ഉണ്ടെന്നുള്ളത് അറിയാലോ നമുക്ക്. അപ്പൊ ഇതിന്റെ താഴെ നമുക്ക് ബൈ 1 എന്ന് എഴുതാം അല്ലെ. അപ്പൊ ഇതിന് നമുക്ക് 1 നമുക്ക് എന്ത് ചെയ്താം, കോസ് സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ ഈക്വൽ ടു 1 എന്നാണല്ലോ. അപ്പൊ നമ്മള് കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ് ബൈ എന്തെന്ന് എഴുതാം, കോസ് സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ്. ഇത് നോക്കിക്കേ, ഈ ഫോർമുലയില് ഇവിടത്തെ സാധനം 1 ആവണം. അപ്പൊ ഈ ഫസ്റ്റ് സാധനം 1 ആണെങ്കിൽ എന്ത് വെച്ച് ഡിവൈഡ് ചെയ്യണം, ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ എക്സ്. സോ ദ ഹോൾ ഇക്വേഷൻ ഇസ് ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ എക്സ്. എന്താകും അടുത്ത സ്റ്റെപ്പ് നിങ്ങൾ തന്നെ എഴുതിക്കും. ഫസ്റ്റത്തത് കോസ് സ്ക്വയർ എക്സ് ബൈ കോസ് സ്ക്വയർ എക്സ് എന്നാകും. മൈനസ് എന്ത് വരും, സൈൻ സ്ക്വയർ എക്സ് ബൈ കോസ് സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ എക്സ് ബൈ കോസ് സ്ക്വയർ 1 അല്ലേ വാല്യൂ. അപ്പൊ ഈ 1 പകരം ഞാൻ അത് എഴുതി. എന്നിട്ട് എന്ത് ചെയ്ത് ഈ ഒരു ഇക്വേഷനിലോട്ടല്ലേ നമുക്ക് എത്തേണ്ടത്. അപ്പൊ ഇവിടുത്തെ ഫസ്റ്റ് ടൈം എന്താ, മൈനസിന് തൊട്ട് മുമ്പ് കിടക്കുന്ന ടൈം എന്താ, 1 ആണ്. അപ്പൊ ഇവിടെ ഞാൻ 1 ആക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, കോസ് സ്ക്വയർ എക്സ് വെച്ച് തന്നെ ഡിവൈഡ് ചെയ്യണ്ടേ. അപ്പൊ ഡിവൈഡ് ദ ഹോൾ ഇക്വേഷൻ ബൈ കോസ് സ്ക്വയർ എക്സ്. ഈ ഇക്വേഷന് മുകളിലും താഴത്തും എന്ത് ചെയ്യണം, കോസ് സ്ക്വയർ എക്സ് വെച്ച് ഡിവൈഡ് ചെയ്യണം. ഏത് ഈ 1 ഈ 1 എഴുതി എന്തിനാ, ഈ സാധനം കൊണ്ടുവരാൻ വേണ്ടിട്ട് ഈ 1 ഞാൻ എഴുതി വെച്ചത് ഇവിടെ. ഭയങ്കര ടെക്സ്റ്റിൽ ഇത് കൊടുത്തോണ്ടിട്ട് ഇതിലോട്ട് എത്താൻ വേണ്ടിട്ട് അത് കൊടുത്തത് ഇങ്ങനെ കേട്ടോ. നോക്ക് ഇനി നോക്കി, കോസ് സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ് ബൈ കോസ് സ്ക്വയർ എക്സ് എന്ന് വന്നേ. ഇനി എന്താണ് കോസ് സ്ക്വയർ എക്സ് ബൈ, ഇത് രണ്ടും കട്ടായി പോയി, എന്ത് വന്ന് 1. ഇതെന്താ, സൈൻ സ്ക്വയർ എക്സ് ബൈ കോസ് സ്ക്വയർ എക്സ് 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ് ബൈ ഇതെന്തായി 1 പ്ലസ് ഇതെന്തായി ടാൻ. ഫൈനലി അത് കിട്ടിയില്ലേ. അപ്പൊ ഇതിലോട്ട് എത്താൻ വേണ്ടി നമ്മൾ 1 പവർ ഈ വാല്യൂ കൊടുക്കാം. 1 ഇടണ്ട, ഇവിടെ 1 ഇട്ടില്ലേലും കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾക്ക് അത് ഇട്ടാലേ ഇത് കിട്ടുള്ളൂ. ഇത് ഇട്ടാൽ മാത്രമേ നമുക്ക് ഡിവൈഡ് ചെയ്ത് കട്ട് ചെയ്ത് കഴിയുമ്പോ ഈ സാധനം കിട്ടുള്ളൂ. അതിനാണ് ഇവിടെ 1 ഇട്ടിട്ട് ഞാൻ ഇത് ഇട്ട് കൊടുത്തത് കേട്ടോ. ഇതിപ്പോ നീ ഇതില്ലാണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിക്കേ. അപ്പൊ എന്താ കിട്ടുള്ളൂ, കോസ് സ്ക്വയർ എക്സ് വെച്ച് ഡിവൈഡ് 1 മൈനസ് കോസ് ഇപ്പൊ നിനക്ക് കിട്ടണം. ഇപ്പൊ ഇതില്ലാണ്ടല്ല ഉള്ള കാര്യമല്ലേ പറഞ്ഞ. ഇതില്ലാണ്ട് ഞാൻ കോസ് സ്ക്വയർ എക്സ് ബൈ പിന്നെ കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ് ബൈ കോസ് സ്ക്വയർ എക്സ് ഇങ്ങനെ അടിയിൽ ചെയ്യുമ്പോൾ മുകളിൽ ഒരു കോസ് സ്ക്വയർ എക്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. മുകളിലും താഴത്തും ഇട്ട് കൊടുക്കണം. ഒരു സാധനം മുകളിലും താഴത്തും ഇട്ട് കൊടുത്താൽ അതിന് വാല്യൂ ഇല്ലാണ്ടാവുള്ളൂ. അതിന് വേണ്ടി നമ്മൾ അങ്ങനെ എഴുതേട്ടാ. ഇപ്പൊ ഒരു ഇക്വേഷനിലോട്ട് 2x എന്ന് പറഞ്ഞ ഇക്വേഷനിലോട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ മുകളിലും താഴത്തും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോഴാണ് അതിന്റെ വാല്യൂ കട്ടായി പോയി അങ്ങനെ ആവുള്ളൂ കേട്ടാ. ഇത് നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നുള്ളൂ. ഈ ഇക്വേഷനിൽ നിന്ന് ഇങ്ങോട്ട് എത്തി, ഇതിൽ നിന്ന് ഇത് വെച്ച് ഡിവൈഡ് ചെയ്ത്. മനസ്സിലായില്ല, കിളി പോയ പോലെ ഇരിക്കണ. ഇന്നടുത്തൊന്നും ക്ലിക്കായില്ലേ. ഓക്കെ, ഇത് കണക്ട് ചെയ്ത് പഠിക്കാവുന്നേ ഉള്ളൂ. അത്ര ഭയങ്കര ബുദ്ധിമുട്ടല്ല. ഇക്വേഷൻസ് എല്ലാം അറിഞ്ഞിരിക്കണം. ജസ്റ്റ് കണക്ട് ചെയ്ത് പഠിക്കാവുന്നേ ഉള്ളൂ. എടാ എഴുതിയാ, നിങ്ങളിത് കാണാണ്ട് പഠിക്കരുത് ഒരിക്കലും. കണക്ട് ചെയ്ത് പഠിക്കുക എപ്പോഴും. എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം അതൊക്കെ കണ്ടുപിടിച്ച് എന്തായാലും എക്സാം പറഞ്ഞു. ഇപ്പൊ ഈ ഡിവൈഡ് ചെയ്യേണ്ട സാധനം കോസ് സ്ക്വയർ എക്സ് ആണെന്നുള്ളത് ഇപ്പൊ ഓർത്തിരുന്ന എക്സാമിൽ ഓർത്തിരുന്നിട്ട് കാര്യമില്ല. ഇതുപോലെ നമ്മ ഏത് അതെന്തിനാ അത് കൊണ്ടുവരാണ്ട് ഈ കോസ് സ്ക്വയർ എക്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ ഇതിലോട്ട് എത്തൂല. ഏതിലോട്ട്, ഈ ടാൻ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ സൈൻ ബൈ കോസ് എന്തായാലും വേണം. അപ്പൊ ഞാൻ കോസ് വെച്ച് ഡിവൈഡ് ചെയ്യണമെങ്കിൽ മുകളിലും താഴത്തും മൾട്ടിപ്ലൈ ചെയ്ത് കട്ട് ചെയ്ത് വരുമ്പോ ഇതിലോട്ട് ഒരിക്കലും എത്തൂല. ഇപ്പൊ ഈ 1 ഇവിടെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇത് അവിടെ ഇട്ടുകൊണ്ട് ഒരു പ്രശ്നവും ഇല്ല. കോസ് സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ് അവിടെ ഇട്ടത് കൊണ്ട് യാതൊരു വിധ പ്രശ്നവും ഇല്ല.
ഇത് കണ്ടില്ലെന്നാ, അതാണ് അടിയിൽ 1 പ്ലസ് ടാൻ എക്സ് സ്ക്വയർ. അടി അല്ല അല്ല, അതാണ് അടിയിൽ 1 പ്ലസ് ടാൻ എക്സ് സ്ക്വയർ. എന്താടാ കിളി പോയ പോലെ ഇരിപ്പുണ്ട്. ഇങ്ങനെ അവിടെ തുടങ്ങിയാടാ നിങ്ങക്ക്? കഴിഞ്ഞ ഇനി ഞാൻ അടുത്ത് പറഞ്ഞ ഇതിന്റെ മുന്നത്തെ പ്രോബ്ലം നിനക്ക് മനസ്സിലായ? നീ ആ പ്രോബ്ലം ബാക്കിൽ ചെയ്തേ ഒന്ന്, ബുക്ക് മറിക്ക്, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പോവാം. ടാൻ എക്സ് പ്ലസ് വൈ ചെയ്തേ തന്നെ. ഇനി എല്ലാരും ബുക്കിന്റെ ബാക്ക് എടുത്തേ. ടാൻ എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു, ബാക്ക് എടുത്തിട്ട് അതൊന്ന് പ്രൂവ് ചെയ്തേ. ടാൻ എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു ടാൻ എക്സ് പ്ലസ് ടാൻ വൈ. ടാൻ എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു ടാൻ എക്സ് പ്ലസ് ടാൻ വൈ ബൈ 1 മൈനസ് ടാൻ എക്സ് ടാൻ വൈ. ടാൻ എക്സ് ടാൻ വൈ ഒന്ന് ചെയ്തേത് നോക്കാണ്ട് തന്നെ ചെയ്യും. ആലോചിച്ച് നോക്കെ എങ്ങനെ ചെയ്യും. ഫസ്റ്റ് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ടാൻ എക്സ് പ്ലസ് വൈ ആദ്യം എഴുതി.